നിജേഷ്, ഇവിടെ കോൺഗ്രസുമായി ബന്ധമില്ലെന്ന് പറയല്ലേ? കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഒക്കെ പേട്രണേജിൽ, UDFിൻ്റെ പേട്രണേജിലുള്ള ഒരു ബാങ്കാണ് ഈ ബാങ്ക്. അതിൽ ഇഷ്ടംപോലെ കോൺട്രാക്ട് വർക്ക്. ഇപ്പോൾ ഈ ഇബ്രാഹിം ഹാജിയുടെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്, അതിന് കിട്ടുന്ന അതിൻ്റെ മുടക്കുമുതലും കിട്ടുന്ന ലാഭങ്ങളുടെ കോടികളുടെ കണക്കൊക്കെ ആ വോയിസ് മെസ്സേജിൽ പറയുന്നുണ്ട്. അവസാന വാക്കുകളിൽ ഒരു മനുഷ്യൻ കള്ളം പറയില്ല നിജേഷ്. UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന പാവം കരുതിയതാണ്. മുട്ടാത്ത വാതിലില്ല, ചോദിക്കാത്ത സഹായങ്ങളില്ല. എന്നിട്ട് സുധീർ കുമാറിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഭാര്യയെ കൊണ്ട് കയറി പിടിച്ചു ഒന്ന് പച്ചക്കള്ളം പരാതിയെ കൊടുപ്പിക്കുക, വണ്ടി കൊണ്ടിടിച്ച് കൊല്ലാൻ നോക്കുക, മനുഷ്യനെ പരമാവധി ബ്രിമ്മിലേക്ക് എത്തിച്ച് കൊലക്ക് കൊടുത്തതാണ് നിജേഷ്. അല്ല, ഞാനൊരു ഘട്ടത്തിൽ പോലും ഈ കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെയോ അതിൻ്റെ അധിപന്മാരെയോ ന്യായീകരിക്കാൻ തയ്യാറായിക്കൊണ്ടല്ല ഈ ഫ്ലോറിലേക്ക് വന്നിട്ടുള്ളത്. നേരത്തെ ആഷ്മിയോ അല്ലെങ്കിൽ പ്രഫുലോ പറഞ്ഞതുപോലെ ഇതൊരു സർവീസ് സഹകരണ ബാങ്ക് അല്ല, ഇതൊരു ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ സുധീർ കുമാർ അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു, ഇപ്പോൾ മറ്റൊരാളാണ് ഇതിൻ്റെ പ്രസിഡന്റ്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊരു കോൺഗ്രസുമായി ബന്ധമുള്ള അല്ലെങ്കിൽ UDF നേതൃത്വം കൊടുക്കുന്ന ഒരു സഹകരണ സംഘം അല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ടും എനിക്ക് സാധിക്കും. കാരണം കോഴിക്കോട് ജില്ലയിലെ സൊസൈറ്റികളാണെങ്കിലും ബാങ്ക് ആണെങ്കിലും സഹകരണ സ്ഥാപനങ്ങളാണെങ്കിലും ഞങ്ങളുടെ കുടക്കീഴിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും ലൈസൺ കമ്മിറ്റി ഞങ്ങൾക്കുണ്ട്. അതിലെല്ലാ പ്രസിഡന്റുമാരെയും ഞങ്ങൾ മാസത്തിലോ 2 മാസം കൂടുമ്പോൾ വിളിക്കാറുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പിലും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ പറയുന്നു സുധീർ കുമാർ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവ് എന്ന നിലയ്ക്ക് തന്നെയാണെന്ന് പറയുന്നു. ആ കോൺഗ്രസ് നേതാവായ സുധീർ കുമാറിനെ വിശ്വസിച്ചാണെന്ന് ഈ മനുഷ്യൻ പണം കൊണ്ട് മൊത്തം അതിനകത്തിട്ടത്. അല്ല ആഷ്മി അതിനെ രണ്ടാക്കി പറയുകയാണ്. ഞാനതിനെ ന്യായീകരിക്കുകയല്ല. ഞാൻ പറഞ്ഞത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ UDF നേതൃത്വം കൊടുക്കുന്ന സംഘം എന്നുള്ളത് അത് ശരിയല്ല എന്ന് മാത്രമാണ് പറഞ്ഞത്. 2, സുധീർ കുമാർ കോൺഗ്രസ് പ്രവർത്തകനാണ് എന്ന കാര്യത്തിൽ, നേരത്തെ ഭാരവാഹിയായിരുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുധീർ കുമാർ വ്യക്തിപരമായിട്ട് ഈ തരത്തിലേക്ക് സുധീർ കുമാർ നേതൃത്വം കൊടുക്കുന്ന ഈ സംഘം ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ നടത്തി അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിന് സമഗ്രമായ അന്വേഷണം ഈ ഗവൺമെന്റ് നടത്തണം. അതുപോലെ സഹകരണ സംഘവും നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത നൂറുകണക്കിന് കോൺട്രാക്ടുകൾ എടുത്തിട്ടുണ്ട്. പ്രഫുലിന് ഒരു മരണമൊഴി പോലെ ശബ്ദ സന്ദേശം ഇടാമെങ്കിൽ അതിനു മുമ്പ് ഈ പറയുന്ന സുധീർ കുമാറിന്റെ പാർട്ടി നേതാക്കളെ ഒക്കെ പോയി കണ്ടിട്ടുണ്ടാവില്ലേ ഇബ്രാഹിം ഹാജി? ഇടപെടാൻ കഴിയാവുന്ന സകലവാതിൽ മുട്ടിയിട്ടുണ്ടാവില്ലേ? ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ജീവനെടുക്കാൻ തീരുമാനിക്കുന്നത് എപ്പോഴാണ്? അവസാനമായി മുട്ടി ഒരു വാതിലും തുറക്കാതെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഗതികെടുമ്പോഴല്ലേ? ആ സമയത്ത് ഒരു ആത്മഹത്യ പരിഹാരമല്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ഒരു പെട്രോൾ എടുത്തുകൊണ്ട് പോയി സുധീർ കുമാറിന്റെ വീട്ടിന് മുന്നിൽ പോയി ആത്മഹത്യ ചെയ്യണമെങ്കിൽ അയാൾ മുട്ടാത്ത വാതിലുണ്ടാവുമോ? നിങ്ങളുടെ പാർട്ടി നേതാക്കളെ ഇപ്പോൾ കണ്ടുണ്ടാവില്ലേ നിജേഷ്? ഞാനത് സിൻസിയറായി പറയുന്നത്, ഞാൻ ഇന്ന് ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ ഇങ്ങനെ ഏതെങ്കിലും പരാതി വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ ചില സ്ഥാപനങ്ങളിലൊക്കെ പരാതികൾ വന്നിട്ടുണ്ട്. ഞാൻ തന്നെ ഒന്നിലധികം സഹകരണ സ്ഥാപനങ്ങളിൽ നടന്ന ചില പ്രശ്നങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പാർട്ടി നിയോഗിച്ച കമ്മിറ്റിയിൽപ്പെട്ട ആളാണ്. അങ്ങനെ ഒന്നിലധികം തവണ അവിടെയൊക്കെ നമ്മൾ പോവാറുണ്ട്. പാർട്ടി കമ്മിറ്റി അതിൽ പരിഹാരമുണ്ടാക്കാറുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് DCCയിലേക്ക് വന്നിട്ടില്ല എന്ന് നിസ്സംശയം പറയാം. വടകര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിളിച്ചു ചോദിച്ചു, നമ്മുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കാർക്കെങ്കിലും രേഖാമൂലമോ വാക്കാലോ തന്ന പരാതിയുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അവിടെ ഡെപ്പോസിറ്റേഴ്സിന് 10ഉം 14% പലിശ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പലിശ കൊടുത്തുകൊണ്ടാണ് അവർ ആ സ്ഥാപനം കൊണ്ടുപോയത്. നമുക്കൊക്കെ അറിയാം. താങ്കൾ വിളിച്ചു ചോദിക്കുന്ന ആളുകൾ പരാതി ഉണ്ടെങ്കിൽ പരാതി ഉണ്ടെന്ന് സമ്മതിക്കോ? മരിച്ചുപോയ ഒരു മനുഷ്യന്റെ പരാതി ഉണ്ടെന്ന് സമ്മതിക്കോ? വലിച്ചു കയറി കൊട്ടയിടൽ അല്ല ചെയ്യുള്ളൂ. ഈ പറഞ്ഞ 71 വയസ്സുകാരന്റെ പേരിൽ ഭാര്യയെ കൊണ്ട് കള്ളപ്പരാതി കൊടുപ്പിക്കാൻ നോക്കുന്നവർ എന്തൊക്കെ ചെയ്യും? ആഷ്മി, ഞാനിപ്പോൾ എൻ്റെ അനുഭവം അല്ലാതെ ഞാൻ അന്വേഷിച്ച ആളുകൾ അവിടെ എങ്ങനെ പരാതി ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കണ്ടേ? അതെൻ്റെ ബാധ്യതയല്ലേ? നേരത്തെ ഉള്ള പല സഹകരണ സ്ഥാപനങ്ങളും കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥാപനങ്ങൾക്കകത്തുണ്ടായ ചെറിയ പ്രശ്നങ്ങൾ പോലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് ഞങ്ങൾ അന്വേഷണത്തിന് ആളുകളെ വെക്കാറുണ്ട്, അതിന് പരിഹാരമുണ്ടാക്കാറുണ്ട്. ഞാൻ അത് മാത്രമാണ് പറഞ്ഞത്. കാരണം ഇതൊരു ആദ്യത്തെ സംഭവമായിട്ടല്ല. പക്ഷേ ഇവിടെ ഒരു മിസ്മാനേജ്മെൻറ്റ് നടന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാനിത് അവരുടെ ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ കുറേ പൈസ പല പഞ്ചായത്തുകളിൽ നിന്നും വർക്ക് എടുത്തത് കിട്ടാനുണ്ട്. പക്ഷേ വലിയ പൈസ കോവിഡ് കാലത്തും അല്ലാത്ത കാലത്തും ഒക്കെ ഞാൻ പറഞ്ഞത് അതൊക്കെ അങ്ങനെ പ്രതിസന്ധിയായതാണോ, ആരെങ്കിലും അമർത്തിക്കൊണ്ട് പോയതാണോ എന്നൊക്കെ വിശദമായ അന്വേഷണം നടക്കട്ടെ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. കെ ടി കുഞ്ഞിക്കണ്ണൻ, ഞാൻ മനസ്സിലാക്കുന്നത് കോഫി ഹൗസിൽ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങുന്ന മുഖപരിചയമുള്ള എല്ലാവരോടും പോയി മനുഷ്യൻ പറഞ്ഞോ? നിജേഷ് പറഞ്ഞോ. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാനിതിനെ ന്യായീകരിക്കാൻ തയ്യാറല്ല.
ഞാൻ അവിടെ പണം നഷ്ടപ്പെട്ട ഇരകൾക്കൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒപ്പം നിൽക്കുന്ന ഒരാളാണ്. അല്ലാത്ത ഒരു ഘട്ടത്തിലും സംഘടനാപരമായിട്ടോ വ്യക്തിപരമായിട്ടോ എന്നെ കാണില്ല. രണ്ടാമത്തെ കാര്യം ഞാൻ പറയും, ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ തകർന്നു വീഴുമ്പോൾ ഇത് ഒരാൾക്ക് അപ്പം നേരത്തെയുള്ള വോയിസ് മെസ്സേജിനകത്ത് നമ്മൾ കേട്ടതുപോലെ സർക്കാരിൻ്റെ അക്രഡിറ്റേഷനുള്ള സർക്കാരിൻ്റെ അംഗീകാരമുള്ള സംഘടന എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിൽ നിന്ന് ഡെപ്പോസിറ്റ് വാങ്ങിയത്. അത് വളരെ കൃത്യമാണ്. സർക്കാർ നമ്മൾക്കറിയാം, AR ഓഫീസുണ്ട്, JR ഓഫീസുണ്ട്, ഓഡിറ്റർമാരുണ്ട്, സഹകരണ സ്ഥാപനങ്ങൾക്ക് ഓഡിറ്റർമാരുണ്ട്. ഇവരൊക്കെ ഉള്ള ഒരു സംഘടനയിൽ വർഷത്തിൽ 2 തവണ സഹകരണ സ്ഥാപനങ്ങളിൽ ഓഡിറ്റ് നടത്തി ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി ആ സഹകരണ സ്ഥാപനത്തിൻ്റെ അതിൻ്റെ ബോഡിയെ സസ്പെൻഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ അവർക്കെതിരെ കേസെടുക്കേണ്ട ഒരു സിസ്റ്റം ഇവിടെയുണ്ട്. നമുക്കെല്ലാം അറിയാം, രാഷ്ട്രീയ സ്വാധീനമാണെന്ന് എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയ സ്വാധീനത്തിന്റെ വലിയ കാര്യങ്ങൾ പോവും, പേപ്പറിൽ കിടക്കേയുള്ളൂ, നമുക്കറിയാം. നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യല്ല, നമ്മൾ കരുവന്നൂരടക്കം നമ്മൾ ചർച്ച ചെയ്ത നിജേഷടക്കം ആഞ്ഞടിച്ചതാണ് CPM-നെതിരെ അല്ലേ? കോൺഗ്രസ് നേതാക്കൾക്കും ലീഗ് നേതാക്കൾക്കും അല്ല ഞാൻ ഈ പറയുന്നത് ഈ ഒരു കേസിലല്ല ഹാഷ്മി. ഞാൻ ചോദിക്കുന്നത് ഒരു സർക്കാരിനകത്ത് ഒരു സിസ്റ്റം വേണ്ടേ? ആ സിസ്റ്റം ഉള്ളത് കൊണ്ടല്ലേ കോഴിക്കോട് വലിയൊരു സഹകരണ ഓഫീസുള്ളത്, സർക്കിൾ ഓഫീസുകളുള്ളത്. ആ ഓഫീസ് ഉദ്യോഗസ്ഥരെ നമ്മുടെ നികുതി പണം കൊണ്ട് വെച്ചിരിക്കുന്നത്. അവർ വർഷാവർഷം അന്വേഷിക്കണ്ടേ, അവർ നടപടിയെടുക്കണ്ടേ? ഇതിങ്ങനെ നീണ്ടുപോയി. 12 വർഷം പ്രായമുള്ള ഒരു സ്ഥാപനത്തിൽ 4 കോടി രൂപയിലധികം ബാധ്യതയുണ്ടായിട്ടും കണ്ടെത്തപ്പെടാത്തതാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം നമുക്കതിനെ ആരോ ആവട്ടെ, അത് കോൺഗ്രസ് ആവട്ടെ, മാർക്സിസ്റ്റ് ആവട്ടെ, ലീഗ് ആവട്ടെ, ആരോ ആവട്ടെ, അവർക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഉള്ളത് എങ്കിൽ ഇപ്പം നേരത്തെ പ്രഫുൽ പറഞ്ഞ റിനീഷ്, ഞാൻ അന്വേഷിച്ചു. റിനീഷ് എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരനല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അതിന്റെ ഡയറക്ടർ ബോർഡിനകത്തുണ്ട് എന്നാണ്. റിനീഷ് കോൺഗ്രസ്സുകാരല്ല, CPM അനുഭാവിയാണ് എന്നാണ്. നേരത്തെ ഒരു ഷാജി ഉണ്ട്, ഷാജിയാണ് അത്ര കുറെ കാലം നടന്നത്. റിനീഷ് 1.5 കൊല്ലമായിട്ട് CPM അനുഭാവിയാണ്. കാരണക്കാരൻ സുധീർ കുമാർ നിങ്ങളുടെ നേതാവാണ്. സുധീർ കുമാർ നിങ്ങളുടെ നേതാവാണ്, എന്നിട്ട് റനീഷ് പാർട്ടി അനുഭാവിയാന്ന് പറഞ്ഞോ? അങ്ങോട്ടൊന്ന് ചായാവോ? ഞാൻ സുധീർ കുമാർ ചെയ്യുന്ന പ്രവൃത്തിയെ ന്യായീകരിക്കാൻ അല്ല ഹാഷ്മി ഞാൻ ഇവിടെ വന്നത്. സുധീർ കുമാറുമായി സമഗ്രമായ അന്വേഷണം നടത്തിയേ മതിയാകൂ. തെറ്റുള്ളവനെ ഈ കോൺഗ്രസ് പാർട്ടിയിലാണ് ഒരു തെറ്റുകാരുണ്ടത് അദ്ദേഹത്തെ ന്യായീകരിക്കുന്ന പണിയാണോ എനിക്കുള്ളത്? ആ പണിയല്ല. സുധീർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സുധീറിനെതിരെ നടപടിയെടുക്കണം. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടി എടുക്കണം എന്ന് മരണമൊഴിയായി കണക്കാക്കേണ്ടി വരും. പ്രഫുലിനെ അയച്ച അദ്ദേഹത്തിന് അവസാന പിടയുന്ന സന്ദേശം അദ്ദേഹത്തിന് മരണമൊഴിയായി കണക്കാക്കേണ്ടി വരും. ഈ പറയുന്ന എല്ലാ വകുപ്പും ചുമത്തി കേസെടുക്കേണ്ടി വരും. അതിനിപ്പോൾ ആരുടെ ഔദാര്യമൊന്നുമല്ല. ജഷ്നാത്താം സുഖേറ്റി കുഞ്ഞുങ്ങൾ ഞാൻ മനസ്സിലാക്കുന്ന കോഫി ഹൗസിൽ നിന്ന് പുറത്തിറങ്ങുന്ന മുഖപരിചയമുള്ള സകലം ആഷ്മി ഒറ്റ കാര്യം, ആഷ്മി എന്റെ ആത്മാർത്ഥതയെ ദയവ് ഈ വിഷയം അറിഞ്ഞ ആളുകളാണ്. ശരി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.